വാർത്തകൾ തുടരുന്നു. വൈറ്റ് ട്രാൻസ് അത്ലറ്റിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ ജില്ലാ മീറ്റിൽ ഷോട്ട് പുട്ട്, ജാവലിൻ ത്രോ, ഡിസ്കസ് ത്രോ ഇനങ്ങളിൽ ഗോൾഡ് മെഡലും, സംസ്ഥാന മീറ്റിൽ ഡിസ്കസ് ത്രോ, 5000 മീറ്റർ വാക്കിംഗ്, 4x400 റിലേ സിൽവർ മെഡലും, ജാവലിൻ ത്രോയിൽ ബ്രോൺസ് നേടി നാഷണൽ മീറ്റിന് ഇടം നേടിയ ചാലക്കുടി ബ്ലോക്ക് ഫാർമേഴ്സ് പ്രൊഡ്യൂസിംഗ് മാർക്കറ്റിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് ഷമീർ മേത്രയെ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടർമഠത്തിൽ ആദരിച്ചു. മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ബ്ലോക്ക് മെമ്പർമാരായ ലീന ഡേവിസ് മൊമെന്റോ നൽകി. വിൻസെന്റ് പുല്ലോക്കാരൻ അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ OJ ഫ്രാൻസിസ്, ഷാൻഡി ജോസഫ്, TM ഗോപി, ഗ്രേസി ഡേവിസ്, ആൻഡോ പുതുശ്ശേരി എന്നിവർ സംസാരിച്ചു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പഠനമുറി ഗുണഭോക്തൃ സംഗമവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ അധ്യക്ഷനായിരുന്നു. പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പരിശീലനത്തിന് ഡോക്ടർ ബിജു ലോന നേതൃത്വം നൽകി. PK ജേക്കബ്, വനജ ദിവാകരൻ, ലീന ഡേവിസ്, MD ബാക്കുലയൻ, ഷാൻഡി ജോസഫ്, ഇന്ദിര പ്രകാശൻ, ബീന രവീന്ദ്രൻ, പട്ടികജാതി വികസന ഓഫീസർ VG രാജു എന്നിവർ സംസാരിച്ചു. ഒരു പട്ടികജാതി വിദ്യാർത്ഥിക്ക് 2 ലക്ഷം വീതം 36 ലക്ഷം രൂപയാണ് ബ്ലോക്ക് പഞ്ചായത്ത് അനുവദിച്ചിട്ടുള്ളത്. ഇവിടെ നടത്തപ്പെട്ടിട്ടുള്ളത് 6 പഞ്ചായത്തുകളിലായിട്ട് 3 ഗുണഭോക്താക്കളെ വീതമാണ് നമുക്ക് ഒരു വർഷവും അത് കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, ഒരു പണിയാൻ കിട്ടുന്നതെങ്കിൽ ഒരു പഠനവും പണി കൂട്ടും. അതിൻ്റെ ഒരു സമയം എന്നുള്ളത് ഇത് അധികരിച്ചു എന്നുള്ളൊരു ചോദ്യം എനിക്ക് നന്നായി ഉണ്ട്. കാരണം നമ്മുടെ മാർച്ച് 30-ലും പണി പൂർത്തീകരിക്കുന്ന ഒരു പദ്ധതികളാണ് നമ്മളുടെ ഈ ഒരു വർഷത്തിന്റെ മാർച്ചിൽ പറഞ്ഞുകൊടുത്ത് നേരെ വൈകിയാണ് നിൽക്കുന്നത്. കാരണം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഗഡുവായി കിട്ടുന്നത്. പല വർഷങ്ങളിൽ പൂർത്തീകരിക്കാതെ നിൽക്കുന്ന ഒരു സ്ഥിതികളൊക്കെ തന്നെ നമുക്ക് പണി തീരുന്നതിന് മുമ്പ് അഡ്വാൻസ് ആയിട്ട് തരുന്ന നമ്മുടെ പട്ടികജാതി വകുപ്പിന്റെ ഓഫീസറാണ്. ഇവിടെ ജോലിക്ക് വന്നു. ഇടുക്കി ജില്ലയിലാണ് അവരുടെ വീട്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ചാലക്കുടി, അതിരപ്പള്ളി, വെറ്റിലപ്പാറ ആ പ്രദേശങ്ങളെ കുറിച്ചുള്ള പലപ്പോഴും വിദ്യാഭ്യാസത്തിന്റെ സാമൂഹിക സാഹചര്യം സൗകര്യങ്ങളോടുണ്ടെങ്കിൽ അവർക്ക് ആ സൗകര്യങ്ങളോടും മാറ്റി അതേ രീതിയിൽ വീടുകളെ 4 പഠനപുരിക്ക് 2 ലക്ഷം രൂപയാണ്. അപ്പോൾ എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ചന്ദ്ര സൗകര്യം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടാണ് അത് കൊടുക്കുന്നത്. പലപ്പോഴും നമുക്കറിയാം, ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളൊക്കെ പലപ്പോഴും പൂർത്തീകരിക്കപ്പെടാതെ പോകുന്ന സാഹചര്യം പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. പഠനമുറിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നത് നമുക്കറിയാം. സംസ്ഥാന ഗവൺമെന്റിന്റെ പ്ലാൻ ഫണ്ട് 10% ചെലവഴിക്കേണ്ടത് അതിൽ 2% പട്ടികവർഗ വിഭാഗത്തിന്, 12% ഉപയോഗിക്കേണ്ടത് വിഭാഗത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ കലാകാരങ്ങളിലുള്ള കൃത്യമായി നിയോഗിക്കപ്പെട്ടിരുന്നെങ്കിൽ. ചാലക്കുടി നഗരസഭ ഗാർഹിക മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം എല്ലാ വീടുകളിലും എന്ന ലക്ഷ്യത്തിലേക്ക്. സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി ഗാർഹിക ജൈവ മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം നഗരസഭ പൂർത്തിയാക്കി വരുന്നു. വിവിധ സംസ്കരണ യൂണിറ്റുകൾ ഉപയോഗിക്കുന്നത് സംബന്ധിച്ച സർവേ ചാലക്കുടി നഗരസഭയിൽ ഇതിനകം പൂർത്തീകരിച്ചു. തൃശൂർ ജില്ലയിൽ ഈ നേട്ടം കൈവരിച്ച ആദ്യ നഗരസഭ ചാലക്കുടിയാണ്. ചാലക്കുടിയിൽ ഇതുവരെ 70% വീടുകളിൽ ഇത്തരം ഉപാധികൾ വിതരണം ചെയ്തിട്ടുള്ളതും ഇത് ഉപയോഗിച്ചു വരുന്നതുമായാണ് സർവേയിൽ കണ്ടെത്തിയത്. ഇതിന്റെ പൂർത്തീകരണത്തിനായി ഈ വർഷം 500ഓളം വീടുകളിലേക്കാണ് റിംഗ് കമ്പോസ്റ്റ് വിതരണം ചെയ്യുന്നത്. ഇതിനായി 16.60 രൂപയുടെ പദ്ധതിയാണ് ഈ വർഷം നടപ്പിലാക്കുന്നത്. 11.20 ലക്ഷം രൂപ ശുചിത്വ കേരളം അർബൻ വിഹിതവും 3.32 ലക്ഷം രൂപ നഗരസഭയുടെ ഫിനാൻസ് കമ്മീഷൻ ഗ്രാന്റും 1.66 ലക്ഷം രൂപ ഗുണഭോക്തൃ വിഹിതവുമാണ് 2024-2025 വാർഷിക പദ്ധതിയിൽ 500-ലേറെ ഗുണഭോക്താക്കൾക്കായി റിംഗ് കമ്പോസ്റ്റുകൾ വീടുകളിൽ വിതരണം ചെയ്യുന്നതോടെ ഗാർഹിക ഉപാധികളുടെ വിതരണം 100% എത്തിക്കുന്നതിനുള്ള പ്രവർത്തനം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. 2024-2025 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെട്ട ഗാർഹിക മാലിന്യ സംസ്കരണ റിംഗ് കമ്പോസ്റ്റുകളുടെ വിതരണോദ്ഘാടനം
ഉദ്ഘാടനം നഗരസഭാ ചെയർമാൻ ഷിബു മാരപ്പൻ നിർവഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു ദിനേശ് അധ്യക്ഷനായി. വികസന ചെയർമാൻ വിജു എസ് ചിറയത്ത്, കൌൺസിലർമാരായ ജോജി കാട്ടാളൻ, റോസി ലാസർ, നഗരസഭാ ഹെൽത്ത് സൂപ്പർവൈസർ കെ സുരേഷ് കുമാർ, ജോസഫ് അറങ്ങാശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ചാലക്കുടി നഗരസഭയുടെ 24-25 വാർഷിക പദ്ധതിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതികളിൽ ഒന്നാണ് നമ്മുടെ ഗാർഹിക മാലിന്യ സംസ്കരണ ഉപാധികളുടെ വിതരണം. ഇപ്പോൾ നമ്മുടെ ഈ മേഖലയിൽ വളരെ മികച്ച പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ നടത്തിയിട്ടുള്ളത്. നമ്മുടെ ഇതിൻ്റെ ഗാർഹിക മാലിന്യ സംസ്കരണ ഉപാധികളുടെ സർവേയുമായി ബന്ധപ്പെട്ട് തന്നെ നമ്മൾ സംസ്ഥാനത്ത് മികച്ച ഒരു പ്രവർത്തനം ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പൂർത്തീകരിച്ചു. അതിൽ നമുക്ക് ഏറ്റവും മികച്ച സ്ഥാനം തന്നെയാണ് സംസ്ഥാനത്ത് നമുക്ക് ലഭിച്ചത്. ഈ ഘട്ടത്തിൽ നമ്മൾ റിംഗ് കമ്പോസ്റ്റിനാണ് പ്രധാനപ്പെട്ട മുൻഗണന കൊടുത്തത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ ബയോബിന്നും അതുപോലെ തന്നെ ബക്കറ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലായിട്ട് നമ്മൾ വിതരണം ചെയ്തതെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ആളുകൾ താല്പര്യപ്പെട്ടതും ആവശ്യപ്പെട്ടതും റിംഗ് കമ്പോസ്റ്റ് ആണ് എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഈ പ്രാവശ്യം അതിന് പരിഗണന കൊടുത്തത്. പ്രത്യേകിച്ച് അറങ്ങാശ്ശേരി വക്കീലിനോടും കുടുംബത്തോടും ഈ തരണത്തിൽ പ്രത്യേകമായി നഗരസഭയുടെ നന്ദി അറിയിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുത്ത ഹെൽത്ത് സൂപ്പർവൈസർ ശ്രീ കെ സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ള നഗരസഭയിലെ മുഴുവൻ ആരോഗ്യ വകുപ്പിലെ ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയെയും പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ഇന്നത്തെ ഈ റിംഗ് കമ്പോസ്റ്റിന്റെ സ്ഥാപിക്കുന്ന വിതരണ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും എലിഞ്ഞിപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രോഗി ബന്ധു കുടുംബസംഗമം സംഘടിപ്പിച്ചു. കുറ്റിച്ചിറ ഗവൺമെന്റ് LP സ്കൂൾ ഹാളിൽ നടത്തിയ സംഗമം സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KP ജെയിംസ് അധ്യക്ഷനായി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുനന്ദ നാരായണൻ, സ്ഥിരം സമിതി അധ്യക്ഷനായി KT ജോർജ്, KK സരസ്വതി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായി CV ആന്റണി, അഡ്വക്കേറ്റ് ലിജോ ജോൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ EA ജയതിലകൻ, TR ബാബു, VJ വില്യം, റിജു മാവേലിൽ, ഉഷ ശശിധരൻ, ശകുന്തള വത്സൻ, ആരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ R രാജീവ്, ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഹാഷിം എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ സ്തുത്യർഹമായ സേവനം നടത്തിയ പാലിയേറ്റീവ് വളണ്ടിയർമാരായ മണി പുഷ്പൻ, ശാരദ വേലായുധൻ, മിനി സെബാസ്റ്റ്യൻ എന്നിവരെ ആദരിച്ചു. ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നിൽ എല്ലാവരും നല്ല പാട്ടിൻ്റെയും ഗാനമേളയുടെയും ഡാൻസിൻ്റെയും ഒക്കെ ഒരു നല്ല അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഒരു വലിയ പ്രസംഗത്തിന് മുതിരുന്നില്ല. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും സംയുക്തമായി നടത്തിയ ഈ കുടുംബ സംഗമം ഏറ്റവും മാതൃകാപരമാണ് എന്ന് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ജീവിതത്തിൻ്റെ ഒരു നല്ല കാലഘട്ടം കുടുംബത്തിനും നാടിനുമൊക്കെ വേണ്ടി നല്ലപോലെ ജോലി ചെയ്ത സേവനം ചെയ്ത ആളുകളാണ് പലപ്പോഴും ജീവിത സായന്തനത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും കാണാനായിട്ട് കഴിയും. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ജീവിതശൈലി രോഗങ്ങളും പല അസുഖങ്ങൾ കൊണ്ട് പഴയതുപോലെ സജീവമാകാൻ കഴിയാത്ത സാഹചര്യം, എല്ലാവരും തിരക്ക് പിടിച്ച് ഓടുന്ന ഒരു കാലഘട്ടമാണ്. മക്കൾ പോലും പലപ്പോഴും ജോലി സംബന്ധമായി പുറത്തായിരിക്കാം, അല്ലെങ്കിൽ ദൂരദേശങ്ങളിലായിരിക്കാം അവർ ജോലി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തിരക്കുകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രയാസം എല്ലാവരെയും, പിന്നെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പലപ്പോഴും ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ ഒരു കാലഘട്ടമാണ്. എന്നും ഒപ്പം കൂടെ നിൽക്കുന്ന ഏത് പാതിരാത്രിയിലും നിൽക്കാം. കൂടെ നിന്ന് ആശ്വാസം നൽകുമ്പോഴാണ് നമ്മൾ ഓരോരുത്തരും നമ്മള് സ്വാതന്ത്ര്യത്തിന് ഇതായി നിൽക്കുന്നത്. അപ്പൊ നമുക്ക്
എലിഞ്ഞിപ്ര സെന്റ് മേരീസ് ലൂർദ് ദേവാലയത്തിൽ പരിശുദ്ധ ലൂർദ് മാതാവിന്റെയും വിശുദ്ധ യോസഫ് പിതാവിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് റെവറൻ ഡോക്ടർ ഫാദർ പോൾ പൂവത്തിങ്കൽ കാർമ്മികനാകും. റെവറൻ ഡോക്ടർ ഫാദർ സിജു കൊമ്പൻ തിരുനാൾ സന്ദേശം നൽകും. ഉച്ചതിരിഞ്ഞ് 4 മണിക്ക് നടക്കുന്ന ദിവ്യബലിക്ക് ഫാദർ ക്ലിന്റൺ പെരിഞ്ചേരി കാർമ്മികനാകും. 5-ന് തിരുനാൾ പ്രദക്ഷിണം, വൈകിട്ട് 7-ന് തിരുനാൾ പ്രദക്ഷിണ സമാപനം എന്നിവ നടക്കും. തുടർന്ന് ഗാനമേള. തിങ്കളാഴ്ച ടൗൺ അമ്പ്. ഉച്ചതിരിഞ്ഞ് 4:30-ന് നടക്കുന്ന പാട്ടുകുർബാനയ്ക്ക് ഫാദർ ഷിബു പുത്തമ്പുരയ്ക്കൽ കാർമ്മികനാകും. തുടർന്ന് 4 മേഖലകളിലേക്ക് ടൗൺ അമ്പ് പ്രദക്ഷിണം. രാത്രി 10-ന് ടൗൺ അമ്പ് പള്ളിയിൽ സമാപിക്കും. തിരുനാൾ ദിനത്തിലെ ചടങ്ങുകൾ CBN ന്യൂസ് ചാനലിലും യൂട്യൂബ് ചാനലിലും സംപ്രേഷണം ചെയ്യും. നെടുമ്പാളിൽ കനാൽ ബണ്ടിൽ നിന്നും ബൈക്ക് മോഷ്ടിച്ചയാളെ പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ലൈറ്റ് ഹൌസിനടുത്ത് എലപ്പള്ളി വീട്ടിൽ 25 വയസ്സുള്ള അനിലാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ 14-നാണ് ബൈക്ക് മോഷ്ടിച്ചത്. അനിൽ വാടകയ്ക്ക് താമസിക്കുന്ന കാട്ടൂർ കിഴുത്താണിയിൽ നിന്നാണ് അറസ്റ്റ് ചെയ്തത്. മോഷണത്തിനു ശേഷം ഒളിവിലായിരുന്നു പ്രതി. പുതുക്കാട് സ്റ്റേഷൻ ഇൻസ്പെക്ടർ സജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ SI CD ബിജു, പോലീസ് ഉദ്യോഗസ്ഥരായ VD അജി, സുജിത്, ജെറിൻ ജോസ്, ഹരിലാൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. സംസ്ഥാനത്ത് ഉയർന്ന താപനില മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ സാധാരണയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും കാരണം ചൂടും അസ്വസ്ഥതയുമുള്ള കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. സംസ്ഥാനത്ത് ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചാലക്കുടി പോട്ടയിലെ ഫെഡറൽ ബാങ്ക് ശാഖയിൽ പട്ടാപ്പകൽ അരങ്ങേറിയ മോഷണം ചാലക്കുടി DYSP സുമേഷിന്റെ നേതൃത്വത്തിലുള്ള ടീം അന്വേഷിക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗവൺമെന്റ് കൊമേഴ്ഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ സംസ്ഥാന കലാകായികോത്സവത്തിന് കൊരട്ടിയിൽ പതാക ഉയർന്നു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഹോമിയോ ഡിസ്പെൻസറിക്കുള്ള ആയുഷ് കേരള പുരസ്കാരം കൊരട്ടി ഗ്രാമപഞ്ചായത്തിന്. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും പട്ടികജാതി വികസന വകുപ്പിന്റെയും ആഭിമുഖ്യത്തിൽ പഠനമുറി ഗുണഭോക്തൃ സംഗമവും ബോധവൽക്കരണ സെമിനാറും സംഘടിപ്പിച്ചു. കോടശ്ശേരി ഗ്രാമപഞ്ചായത്തിന്റെയും എലിഞ്ഞിപ്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ രോഗി ബന്ധു കുടുംബസംഗമം സംഘടിപ്പിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.